ഈ നാടക നടികളെ ആരെയും എനിക്കങ്ങനെ പരിചയമില്ലെണ്ണ. പിന്നെ പരിചയമുള്ള ഒരു നാടകക്കാരനുണ്ട്, ഗർവാസീസ് ആശാൻ. ആശാനൊന്നും വേണ്ട, അതൊക്കെ ആവശ്യത്തിന് അവിടെ ഉണ്ട്. നീ നടികളുടെ കാര്യം പറ. അല്ലെണ്ണ, നടികളുടെ കാര്യത്തിലാണെങ്കിലും ആശാനെ പോയി കണ്ടാ മതി. അങ്ങേർക്ക് പരിചയമില്ലാത്ത ഒരു നടി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? അങ്ങേരെ കാണാൻ പോകുമ്പോ മറ്റവനും കൂടെ വേണം. മറ്റവനാ? എന്നാ വിളിച്ച് കേറ്റിക്കോ, കാറിൽ സ്ഥലം ഉണ്ടല്ലോ. അതല്ലെണ്ണ, മറ്റവൻ ബ്രാൻഡി. ഓ, ബ്രാൻഡിയോ? എന്ത് പണ്ടാരം വേണേലും മേടിച്ചോ, അയാളെ കൊണ്ട് കാര്യം സാധിപ്പിച്ച. ഏറ്റു. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? പൊന്നപ്പൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ. തങ്കപ്പനല്ല, ഞാൻ പൊന്നപ്പനാണ്. ഡ്രൈവർ പൊന്നപ്പൻ. അത് പണ്ട്. ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ? തനി തങ്കം. ആശാൻ ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ഒക്കെയായ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട്. ഇത് അതിനുവേണ്ടി കൊണ്ടുവന്നതാ. ആശാന ഒന്ന് തീർത്തു കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇത് ഞാൻ തീർത്തു കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. അയ്യോ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തീർക്കേണ്ട കാര്യം വേറെയാ. ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ? അയ്യോ അതല്ല, സാറ് പുറത്തു നിൽപ്പുണ്ട്, ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്താം. പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണം. അത് ഞാൻ ഏറ്റു. ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. എന്തായി പറഞ്ഞോ? കാര്യം നടക്കൂ? പറഞ്ഞില്ല, പക്ഷെ നടക്കും. പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? വേറൊന്നുമില്ല, അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് വെച്ചുണ്ടല്ലോ. ഇതാണ് വലിയ ഇല്ലാത്തതും കൈന്നിട്ട് കാച്ചി എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടൻ തന്നെ. സോറി. അതിനെന്നാ സോറി പറയുന്നത്? ആശാനെ, ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലകൃഷ്ണൻ സാർ. നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ നിൽക്കുന്ന ഇവനെ അറിയൂ? ഇവൻ ആരാന്നാ വിചാരം? ഇവനാണ് തങ്കപ്പൻ. തങ്കപ്പനോ? തങ്കപ്പൻ. ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓണറും പ്രധാന നടനും ഒക്കെയാ ഈ വെക്കുന്ന തങ്കപ്പൻ. അയ്യോ ആശാനെ, ഞാനല്ല, ഈ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാർ. ഇങ്ങനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നീ ഏത് പണ്ടാരവാ? ഞാൻ പൊന്നപ്പൻ. ഓ, പൊന്നപ്പൻ. ഇതാണ് നീ പറഞ്ഞ ആള് തങ്കപ്പൻ. അയ്യോ തങ്കപ്പനില്ല, ഇത് ഗോപാലകൃഷ്ണൻ സാറ്. ഗോപാലകൃഷ്ണൻ സാറ്. അപ്പൊ പിന്നെ തങ്കപ്പനോട് പോയി? എവിടെ പോയില്ല. ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ. എന്നെ തന്നെയാണ് ആശാൻ തങ്കപ്പാന്ന് വിളിച്ചത്. ഞാൻ പൊന്നപ്പൻ, ഈ ഇരിക്കുന്നത് ഗോപാലകൃഷ്ണൻ സാറ്. അപ്പൊ ഇതാണ് ഗോപാലകൃഷ്ണൻ സാർ. നീ പൊന്നപ്പനാണ്. എന്താ പൊന്നപ്പ? ഈ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാർ ആരാണെന്നാണ് എന്റെ വിചാരം? നീ ഉർവശി മതി 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 മതി. വടി വിഴുങ്ങിയതുപോലെ നിൽക്കാതെ വന്ന കാര്യം പറയടേ. ആശാനെ, സാറിന്റെ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു. നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി. ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കിൽ? ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ നടക്കൂല. അയ്യോ നടക്കൂലേ? നടക്കാത്തൊന്നും പറ്റൂല. ഒത്തിരി ഡാൻസ് ഒക്കെ ഉള്ളതാ. എന്ത് ഡാൻസ് ഒക്കെ ഉള്ളതാണേലും നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തിയും വരികയല്ല. എല്ലാ സിനിമയിലേക്ക് കേട്ടി പോവില്ലേ? ബാക്കിയുള്ളത് സ്റ്റീരിയലിലേക്ക്. സ്റ്റീരിയലോ? അതെന്തുവാ? സ്റ്റീരിയലിലേക്ക് ഒരു എപ്പിഡോസിൽ അഭിനയിച്ചാ പോരെ? ഒരു കൊല്ലം നാടകത്തിൽ ഉടക്കളയ്ക്ക് വേണ്ടി ഇരട്ടി കിട്ടും. പിന്നെ ആർക്ക് വേണം ഈ നാടകം? അയ്യോ ആശാന്റെ നാടകത്തിലേക്കല്ല, സിനിമയിലേക്കാ. ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക. എന്നാ പറയണ്ടേ സാറേ? അല്ലേ, സിനിമയ്ക്കാണെങ്കിൽ എത്ര എണ്ണത്തിനെ വേണം? സാറ് എത്ര എണ്ണത്തിനെ വേണേലും ഈ ഗർഭാസിന് കൊണ്ട തരും. സന്ധ്യാവേ, സന്ധ്യാവേ, ഇത് എവിടെ പോയി കിടക്കുക? നീ എന്തിനാ ഈ സിനിമയിലേക്കാണെന്നൊക്കെ പറയാൻ പോയി? പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് വല്ല നടന്നോ? എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് താനെ വരുന്നത് കണ്ടോ? എവിടെ? സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡി തന്നെയുള്ള പെണ്ണല്ലേ? ആണോ? നല്ല ബെസ്റ്റ് പെണ്ണാണെന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സന്ധ്യാവേ, സന്ധ്യാവേ. എന്തോ ആശാനെ, ആശാൻ എന്നെ വിളിച്ച?
ഇതാണ് നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്. പുളു അടിക്കുന്നതിനും. സോറി അണ്ണ, സോറി സോറി. എന്താണ് ആശാനെ? നീ പോയി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണ എന്റെ സിനിമയിലെടുത്തത്. ഈ നിൽക്കുന്ന സാറാ എന്റെ സിനിമയിലെടുത്തത്. എന്താ ആശാനെ? എന്താ ആശാൻ പറഞ്ഞു എന്നെ കൂടി ഒന്ന് സിനിമയിലെടുപ്പിച്ചു? അതെന്തിനാ സിനിമ പിടിക്കാനാ? നിന്ന് വൃത്തിയുടെ പറയാതെ പോയി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണ. ആ ഒരു പെണ്ണുണ്ട് എന്റെ സ്നാപയോ കല്യാണം എന്ന നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട്. എന്താ അവളുടെ പേര്? ഉർവശി, ഫിലോമിന, കനക, കൽപ്പന. ഒന്നുമല്ല. ആ പിടികിട്ടി. എൽദോ അങ്ങനെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണല്ലാണ്. അവൻ എന്റെ പഴയ ശിഷ്യനാ. അവനാണ് എനിക്കെന്നാ പെണ്ണിനെ കൊണ്ടെത്തുന്നത്. നമുക്ക് അവനെ പൊക്കാം. എന്തിനാ എൽദോ അവനെ സിനിമയിലെടുത്തു? അവനെ സിനിമയിലെടുത്തു. നീ വന്ന് അവന്റെ വീടൊന്ന് കാണിച്ചതാ. വീട് കാണിച്ചെന്നെങ്കിലേ എന്റെ സിനിമയിലെടുത്തു. എന്നാ നിന്നെ സിനിമയിലെടുത്തു. എടുത്താ? വീടൊന്ന് കാണിക്കേ. എന്ന വീടല്ല, എന്ത് വേണമെങ്കിലും കാണിച്ചു തരാം. വെറുതെ സമയം പാഴാക്കണ്ട. വാ. എന്താണ് അതൊക്കെ? ഒരു ചായല്ലോ. ചേട്ടാ, ആ എൽദോയും കേട്ടോ എന്നാ? ഉവ്വാ, എൽദോ കാലത്തെ വന്ന് ചായ കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ. എന്താ കാര്യം? എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ്. നമ്മളെ എൽദോനെ സിനിമയിലെടുത്താ കൊണ്ടുപോകാൻ കാറുമായിട്ട് വന്നേക്കണ്. ഈശോയെ, നിങ്ങൾ മേടിക്കണ്ട. എൽദോ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്ത് തന്നിരിക്കും. എല്ലാരും ഇടിച്ചേറി എങ്ങോട്ടാ? പിന്നെ എൽദോനെ കണ്ടുപിടിക്കണ്ടേ? കേറാപ്പാ. എങ്ങോട്ട് പോവുക? ഇതിനകത്തെ തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. കടയിൽ ആരും ഇങ്ങോട്ട് മാറിയേ. ഒന്ന് ഒതുങ്ങിയിരിക്കുവോ? എടാ വിട്ടോ, ഈ സ്ഥലമില്ല. വണ്ടി എഴുന്നൂറൊക്കെ നിർത്തിയാ മതി. വിട്രാ. അയ്യോ ആശാനോ? ആശാനെന്താ ഇവിടെ? നിന്നെ അന്വേഷിച്ച് തന്നെ. നീ ഇതിലെ ഓടിയത്? നിങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചതല്ലേ? കാശ് കൊടുക്കാനുള്ളത് കാരം പിടിച്ച് വരികയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. എടാ എൽദോ, നിന്നെ സിനിമയിലെടുത്തടാ. സിനിമയിലാ? നിന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകാനാണ് ആശാൻ കാറും കൊണ്ടുവന്നേക്കണത്. ആശാന്? എന്റെ ആശാന്? ആശാൻ എന്റെ ദൈവമാണ് ആശാന്. എഴുതൊക്കെ എന്തോ പണ്ട് നമ്മുടെ സ്നാപയോ എന്ന നാടകത്തില് സലോമിയായിട്ട് അഭിനയിച്ചൊരു പെണ്ണില്ലേ? അവളെ നീ ഏതേ കൊണ്ടുവന്നത്? അതെ, അവളെ വേണം. എന്തിന്? നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ. എന്താ അവളുടെ പേര്? അവളുടെ പേര്? എന്റെ ദൈവമേ, പേര് വേണ്ട. പേര് കിട്ടിയില്ലേലും കുഴപ്പമില്ല. നമുക്ക് വേറെ പേരിടാം. അവളുടെ വീട് എവിടെയാണെന്നറിയാവോ? അതെനിക്കറിയാം. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറി. എന്റെ അമ്മോ, കുറെ ദൂരെയാണ്. ചെല്ലാൻ സന്ധ്യയാവും. കുറെ വളവും തിരിവൊക്കെ ഉണ്ട്. വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത്. അണ്ണാ നീ വണ്ടിയിലോട്ട് കയറി. ഏത് പാതിരാത്രി ആണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം. എല്ലാരും കേരള കേറടാ. ഒരലി കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുവോ? ഓർക്കുന്നില്ലേ? മടിയിൽ നിറങ്ങാം.